കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച്. പക്ഷെ 3 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. 3 നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മുളകും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഒരു കൊച്ചുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാങ്ങ വേവിക്കാൻ വെച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് അരയ്ക്കാൻ നേരം ഞാൻ വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല. ഇനി വെന്ത് വന്ന മാങ്ങയിലോട്ട് നമ്മൾ അരച്ചെടുത്ത് ഈ അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം. മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാരയോ ശർക്കര അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തില്ല. ഇനി ഞാൻ അതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ആ മാമ്പഴത്തിന്റെ മധുരവും ആ തൈരിന്റെ ആ പുളിയും കൂടെ ഒക്കെ ചേർന്ന് നല്ല രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിനകത്തേക്ക് കടുകും കുറച്ച് കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, ലേശം ഉലുവാപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് ഇനി ഇതിനെ നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ശരിയാകുമോ എന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.